ഹലോ ഹായ് വിജി, ഇന്നെന്താ പ്ലാൻ? ഇന്നെന്തെങ്കിലും കണ്ടന്റ് കണ്ടുപിടിച്ചിട്ട് വന്നിട്ടുണ്ടോ? അതോ ഇനി ഞാൻ എന്തെങ്കിലും പറയണോ? അതോ നിന്റെ ഉള്ളിൽ നിന്റെ കയ്യിൽ കണ്ടന്റ് കുറെ ഉണ്ടെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും ഞാൻ എനിക്ക് ഒരു ചെറിയ അനുഭവം ഞാൻ പറയാം. ഞങ്ങളിന്നൊരു നമ്മുടെ ഹയാത്തിൽ എനിക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചുള്ള അജുഫാന്റെ ഓണറിനെ കണ്ടു. ഭയങ്കര സിമ്പിള് മനുഷ്യൻ. പക്ഷെ ആളുടെ ജീവിതകഥ കേട്ടപ്പോഴേ പലപ്പോഴും നമ്മള് പിന്നിട്ട വഴികളിൽ കൂടി നമ്മളൊന്ന് സഞ്ചരിച്ച പോലെ തോന്നി ആളുടെ ഒരു ടോക്ക്. നമ്മുടെ ജീവിതവുമായിട്ട് അതിലൊരു ടച്ച് ഉണ്ട്. അതന്നെ. അപ്പൊ ആൾക്കാര് നമ്മുടെ ഇന്നത്തെ നിലയിലാണ് നമ്മളെ കാണുന്നുള്ളൂ. ആൾക്കാർ നോക്കുമ്പോ വലിയ വീട്, വലിയ കാറുകള്, വലിയ വണ്ടികള്, വലിയ ഇതായി നടക്കുന്ന കാര്യങ്ങള് അതാരും അറിയുന്നില്ല. ഞാന് എന്റെ ഒരു അനുഭവം പറയാം. ഞങ്ങളുടെ വീട്ടില് പണ്ടൊരു വണ്ടി ഉണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിന് ആൻറ്റീരെ മോൻ കൊടുത്ത വണ്ടിയായിരുന്നു. അത് കല്യാണം കഴിഞ്ഞാൽ ഫസ്റ്റ് കയറി വരുമ്പോഴുള്ള വണ്ടിയാണ് കേട്ടോ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ടാക്കി ഒരു 1/2 കിലോമീറ്റർ പോകുമ്പോഴേക്കും വണ്ടി ഓഫ് ആവും. നമ്മൾ തള്ളണം. തള്ളിയിട്ട് വേണം വണ്ടി കഴിയാറായിട്ട്. പക്ഷെ നമുക്ക് വിഷമം വെച്ചാൽ നമ്മുടെ പോലെ പുതിയതായി കല്യാണം കഴിഞ്ഞ് വന്നവര്, അതുപോലെ നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മാനസികമായിട്ട് വിഷമമാണ്. നമ്മൾ ഈ വണ്ടിയില് അതും ഓടണ വണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല, അത് ഓടി 2 മിനിറ്റ് കഴിയുമ്പോൾ നിൽക്കും. അപ്പൊ അങ്ങനത്തെ വണ്ടിയിലൊക്കെ യാത്ര നമ്മൾ ചെയ്തിരുന്ന കാലഘട്ടത്തിൽ, അതുപോലെ മക്കളൊക്കെ ആയിട്ട് ഞങ്ങൾ ഈ വണ്ടിയിലൊക്കെ പോകുമ്പോൾ കുറെ ആൾക്കാർ ഞങ്ങൾ കളിയാക്കിയിട്ടുണ്ട് ഈ ബൈക്കുമൊക്കെ പോകുമ്പോൾ. അങ്ങനെ ഇരുന്നിട്ടാണ് ഞങ്ങള് ദൈവം സഹായിച്ച് ഞങ്ങൾക്ക് വേറൊരു ഡീലക്സ് വണ്ടി പുതിയത് വാങ്ങിക്കാൻ പറ്റി. പുതിയത് വാങ്ങിക്കാൻ വന്നപ്പോൾ അപ്പോഴും ആൾക്കാർക്ക് ഒരു പരിഹാസമാണ്. ഇവർക്ക് ഈ വണ്ടിയല്ലേ ഉള്ളൂ, അതില്ല. പക്ഷെ ഞങ്ങൾക്ക് 3 മക്കളാണ്. അപ്പൊ ഞങ്ങൾ ഈ 3 മക്കളുടെയും കൊണ്ട് ഈ വണ്ടിയമ്മ പോകുമ്പോ ആൾക്കാര് പലരും കളിയാക്കിയിട്ട് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ഈ പിള്ളേരെ ഉണ്ടാക്കുന്ന നേരം കൊണ്ട് നിങ്ങൾക്ക് ഒരു നല്ല വണ്ടി വാങ്ങിച്ചു കൂടെയെന്ന്. അത് അത്രയും നമുക്ക് മനസ്സിന് അത്രയും വേദനിക്കുന്ന കുറെ സംഭവങ്ങളാണ്. പക്ഷെ നമ്മുടെ കഠിനാധ്വാനവും പരിശ്രമവും കൊണ്ട് ഞങ്ങൾക്ക് ദൈവം സഹായിച്ച് ഞങ്ങളൊരു ചെറിയൊരു കാറ് വാങ്ങിച്ചു. അപ്പോഴും ആൾക്കാർക്ക് പറയാനുള്ള കാരണം ചെറിയൊരു കാറ്. നമുക്ക് റോയ്സ് റോയ്സിന്റെ ഡിമാൻഡാണ്, പവറാണ്. പക്ഷെ അതിനുശേഷം ഞങ്ങളുടെ ബിസിനസ്സിൽ ഞങ്ങൾക്ക് തമ്പുരാൻ വളർച്ചകൾ തന്നു. അതനുസരിച്ച് താഴ്ചകളും തമ്പുരാൻ തന്നു. അതൊക്കെ നമുക്കൊരു പുതിയ പാഠങ്ങളാണ് തരുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളിൽ എന്ത് താഴ്ചകൾ ഉണ്ടാവുമ്പോഴും അത് നമുക്ക് അനുഭവം തരുന്നത് പഠിക്കാനാണ്. നമ്മൾ കൂടുതൽ എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്ന് ഓർമ്മപ്പെടുത്തലുകളായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതിനുശേഷം ഞങ്ങള് ഈ യൂണിക്കോൺ വണ്ടി വാങ്ങിച്ചു. അതിനുശേഷം എനിക്കൊരു ആക്റ്റീവ് വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങള് ഒമിനി വാങ്ങിച്ചു. ഇപ്പൊ ഞങ്ങൾ പുതിയൊരു വണ്ടി വാങ്ങിച്ചു, ആൾക്കാർ വാങ്ങിച്ചു. പക്ഷെ എന്നിരുന്നാലും ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ ഫസ്റ്റ് തൊട്ടുള്ള എല്ലാ വണ്ടികളും ഞങ്ങളുടെ വീട്ടിലുണ്ട്. ഞങ്ങൾ ഒറ്റ വണ്ടികൾ കൊടുത്തിട്ടില്ല. അപ്പൊ ആൾക്കാർ ചോദിച്ചു വണ്ടികളുടെ എണ്ണം കാണിക്കാനാണെന്ന്. അപ്പൊ എന്റെ ചേട്ടൻ പറയായിരുന്നു അവരുടെ അടുത്ത്, ഇത് വണ്ടികളുടെ എണ്ണം കാണിക്കാനല്ല, നമ്മൾ വന്ന വഴി നമുക്ക് മറക്കാതിരിക്കാൻ, നമ്മുടെ മക്കൾക്ക് ആ വഴികൾ മറക്കാതിരിക്കാൻ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോഴും ഉണ്ട്. ഞങ്ങളുടെ എല്ലാ വണ്ടികളും ഉണ്ട്. ദൈവം സഹായിച്ച് ഞങ്ങൾക്ക് ദൈവം അനുഗ്രഹിക്കുക തന്നെയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുപോലെ നമ്മൾ ഇന്നത്തെ നില ആരും കണ്ട് ജഡ്ജ്മെന്റ് ചെയ്യരുത്, അല്ലേ? അതെ. പലരും വിചാരിക്കും ഇവര് പണ്ടത്തെ പോലെ തന്നെ അങ്ങനെ തന്നെ ഇരിക്കും എന്നാണ്. പക്ഷെ ദൈവത്തിന്റെ അനുഗ്രഹവും എല്ലാ ഭാഗ്യങ്ങളും നമുക്ക് വരുമ്പോ നമ്മുടെ ഭാഗ്യങ്ങൾ തുടർന്നുകൊണ്ട് വരും. അത് പറയണവര് മുന്നേ ചിന്തിക്കില്ല. പക്ഷെ നമുക്കായിട്ടുള്ളത് ദൈവം ഒരുക്കി വെച്ചാൽ നമുക്ക് തന്നെ കിട്ടും. അത് അല്ലേ? നമ്മൾ എത്ര അനുഭവിച്ചാലും തമ്പര ഒരു നല്ല കാര്യം നമുക്ക് വരുന്നത് അത് ഷുവറായുള്ള കാര്യം. ഒരു ദുഃഖത്തിന് ഒരു സന്തോഷം എന്തായാലും അത് എല്ലാവർക്കും ഉണ്ടാവും. ഞങ്ങൾക്ക് മാത്രല്ല കേട്ടാ, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഉണ്ടാവും. ദുഃഖം ഇല്ലാതിരിക്കില്ലല്ലോ. പക്ഷെ അതിന്റെ പിന്നില് നമുക്കൊരു സന്തോഷം എന്തായാലും വരും. താങ്ക് യു.